വാഹനങ്ങൾ നൽകാം എന്ന ഓഫറിൽ പൈസ വാങ്ങിക്കുകയും എന്നാൽ പിന്നീട് വാഹനം ഡെലിവറി ചെയ്യാതെയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ വന്നിട്ടുള്ളതും കണ്ണൂർ സിറ്റിയിൽ ഏകദേശം 700ഓളം പരാതികളാണ് നമ്മൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ലഭിച്ചിരിക്കുന്ന പരാതികളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂർ ടൗണിൽ 168/25 എന്ന രീതിയിൽ ചീറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു FIR പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും കഴിഞ്ഞ 1.5 വർഷക്കാലം പലയിടങ്ങളിലും സീഡ് സൊസൈറ്റികൾ ട്രസ്റ്റ് ആക്ട് പ്രകാരം സീഡ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുകയും ആ സൊസൈറ്റിയിലേക്ക് ആൾക്കാരെ, പലപ്പോഴും സാധാരണക്കാരായ ആൾക്കാരെ മെമ്പർമാരാക്കുകയും അവർക്ക് ലാപ്ടോപ്പും അതുപോലെ അലങ്കാര ചെടികൾ, വീൽ ചെയർസ്, അതുപോലെ 2 വീലേഴ്സ് ഇതൊക്കെയും നൽകാം എന്നുള്ളൊരു ഓഫറിൽ അവരെല്ലാവരും പണം ഒരു കേന്ദ്രീകൃതമായിട്ടുള്ളൊരു അക്കൗണ്ടിലേക്ക് അയക്കുകയും പിന്നീട് പ്രോമിസ് ചെയ്ത ഒരു ഡേറ്റിലേക്ക് സാധനം ഡെലിവറി ചെയ്യാത്തുകയും ചെയ്ത രീതിയിലേക്കുള്ള തട്ടിപ്പാണ് ഇതെന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള മനസ്സിലാക്കൽ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ പരാതികളും ഊർജിതമായിട്ട് അന്വേഷിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ആൾക്കാരുടെയും ഇതിൽ വിക്ടിമായിട്ടുള്ള മുഴുവൻ പേരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ പോലീസ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ മുഴുവൻ പേരുടെയും മൊഴികൾ പോലീസ് രേഖപ്പെടുത്തും. ഇതിൽ ഒരു ഭാഗത്ത് ഇനീഷ്യലി പല പരിപാടികളും ഓൾറെഡി അവർ നടത്തിയിട്ടുണ്ട്. ആ നടത്തിയ പരിപാടികളുടെ പ്രൊമോഷൻസ് അവർ പിന്നീട് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപക്ഷെ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാവുന്നത്. പക്ഷേ അതിൽ ബ്രോഷറുമായി ബന്ധപ്പെട്ടിട്ട് സ്കീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേയേറെ രേഖകൾ പോലീസ് ഇതിനോടകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പദ്ധതിയെ പറ്റിയിട്ട് പോപ്പുലർ ആക്കുന്നതിന് വേണ്ടിയിട്ടും ജനങ്ങൾക്കിടയിൽ ആ ഒരു പദ്ധതിയുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ കാലയളവിൽ അവർ സർക്കുലേറ്റ് ചെയ്തിരുന്നു. ഇതുവരെ നമ്മൾ മനസ്സിലാക്കുന്നവർ അതിൻ്റെ ലീഗൽ അഡ്വൈസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളാണെന്നാണ്. അതുപോലെ മുൻപും ഇതുമായി ബന്ധപ്പെട്ടിട്ട് മുൻകാലങ്ങളിൽ അന്വേഷണം നടത്തുന്ന സമയത്തും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പെറ്റീഷൻസും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്തിരിക്കുന്ന ഒരാളെന്ന രീതിയിൽ പരാതിയിലുള്ള പേരിലാണ് ഇപ്പോൾ അന്വേഷണം തുടരുന്നത്. അതോടൊപ്പം തന്നെ ഈ രീതിയിൽ ഇതൊരു തട്ടിപ്പാണ് എന്ന രീതിയിലേക്കുള്ള നോളജോട് കൂടിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നിന്നിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണോ ആ രീതിയിലേക്ക് മുഴുവൻ ആൾക്കാരിലേക്കും ഈ ഒരു അന്വേഷണം ഈ രജിസ്റ്റർ ചെയ്ത കേസുകളുണ്ടാകും. നമ്മുടെ അന്വേഷണത്തിൽ ആ ഒരു കാര്യം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ കേസിലേക്ക് പ്രതി ചേർക്കപ്പെടും. ഇതുവരെയും ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഇതിൻ്റെ DPM അതുപോലെ അങ്ങനെ ഒരു ആരോപണം പറയുന്നുണ്ട്. ആ ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്ന മുറയ്ക്ക് അവരും ഈ കേസിലേക്ക് നമ്മൾ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ പുരോഗതി അനുസരിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ലഭിക്കുന്ന പക്ഷം നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് പോകും. പല പരാതിക്കാരുമായിട്ട് നമ്മൾ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവരോട് ഓരോരുത്തരോടും ഓരോ രീതിയിലാണ് അവർ ഈ പരിപാടി അവതരിപ്പിച്ചിരുന്നത്. പല സ്കീമുകൾ റൺ ചെയ്യുന്ന രീതിയിൽ എന്ന രീതിയിലേക്ക് ആൾക്കാരിലേക്ക് കൂടുതൽ വിശ്വാസ്യതയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെയുള്ള പല തരത്തിലേക്കുള്ള വാഗ്ദാനങ്ങളും അല്ലെങ്കിൽ പല തരത്തിലേക്ക് ഈ പരിപാടികളെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതോടൊപ്പം ഏതൊക്കെ രീതിയിലാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ രീതിയിലേക്കുള്ള വ്യാജ കാര്യങ്ങളാണ് അവർ തയ്യാറാക്കിയിരിക്കുന്നത്, ഏതെങ്കിലും രീതിയിലേക്ക് ഫോർജറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കിയിട്ടുണ്ടോ എന്നൊക്കെ ഒരുപാട് വിശദമായിട്ടുള്ള അന്വേഷണം നമ്മൾ ഈ ഒരു ഭാഗത്ത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള അക്കൗണ്ട് നമ്മൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിലേതൊക്കെ രീതിയിലാണ് ഈ ഫണ്ട് പോയിരിക്കുന്നത്, അതിൽ ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇതിൻ്റെ ഓർഗനൈസേഴ്സായി ഈ ജില്ലാടിസ്ഥാനത്തിലും അതുപോലെ സീഡിൻ്റെ ആൾക്കാരൊക്കെ ആയിട്ട് നിൽക്കുന്നവർക്ക് അവർക്കൊരു ഹോണറേറിയം എന്ന രീതിയിലേക്കുള്ള ഒരു എമൗണ്ടാണ് അവർക്ക് ലഭിച്ചത്. അതും തന്നെ കഴിഞ്ഞ 4-5 മാസമായിട്ട് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് അക്കൗണ്ട് വഴി നോക്കുമ്പോൾ കാണുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഏതെങ്കിലും രീതിയിലേക്ക് ഈ രീതിയിലേക്കുള്ള തട്ടിപ്പാണ് എന്ന രീതിയിലേക്കാണുള്ള ധാരണയിലാണ് അവരും ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ഈ പറഞ്ഞിരിക്കുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നടപടി ഉണ്ടാകും.